എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം. മത്തായി 4:1. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ ഉപവാസമെന്തെന്ന് ജീവിതത്തിലൂടെ നമുക്ക് മാതൃകയായി കാണിച്ചു തന്നത് കർത്താവിൻ്റെ മരുഭൂമിയിലെ ഉപവാസമാണ്. ആ ഉപവാസം വിശുദ്ധ മത്തായി വ്യാഖ്യാനിക്കുമ്പോൾ പരീക്ഷയിലേക്കുള്ള പ്രവേശനമായിരുന്നു. പരീക്ഷയിലേക്ക് പ്രവേശിക്കാൻ കർത്താവിനെ നയിച്ചത് പരിശുദ്ധാത്മാവാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പഠിപ്പിച്ച നമ്മുടെ ഗുരുവും രക്ഷകനുമായ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ പരീക്ഷയിലേക്ക് പ്രവേശിക്കുന്നതായി മത്തായി വ്യാഖ്യാനിക്കുന്നു. നോമ്പിൻ്റെ നാളുകൾക്ക് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നമ്മൾ നൽകാറുണ്ട്. ഇവിടെ ഒരു മിതത്വം എങ്ങനെ പാലിക്കാൻ സാധിക്കുമെന്ന് കർത്താവ് അനുഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. എന്തിനോടും പുലർത്തിയിരുന്ന മിതത്വമായിരുന്നു ക്രിസ്തുവിൻ്റെ ചാരുതകളിൽ ഏറ്റവും ശ്രദ്ധേയമായത്. ഭാരതത്തിൻ്റെ ഭാഷയിൽ ദമം എന്ന് പറയാം. ഇന്നത്തെ നടപ്പ് രീതികൾ ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന മട്ടിലാണ്. കർത്താവിൻ്റെ തന്നെ ഭാഷയിൽ ചിലർ ഭക്ഷിക്കാത്തവരായും പാനം ചെയ്യാത്തവരായും വരുന്നു. വേറെ ചിലർ ഭക്ഷിക്കുന്നവരായും പാനം ചെയ്യുന്നവരായും മാത്രം നിലനിൽക്കുന്നു. ഒരു ഗിത്താറ് കാണിച്ചുകൊണ്ട് പണ്ടൊരു ഗുരു പറഞ്ഞത് ഇതിനോട് സാമ്യമുള്ളതാണ്. ഒത്തിരി മുറുക്കിയാൽ തന്ത്രികളെല്ലാം പൊട്ടിപ്പോവും, അയഞ്ഞാൽ സംഗീതം വരില്ല. അതിനിടയിൽ എവിടെയോ വെച്ചാണ് ശരീരമെന്ന വാദ്യോപകരണത്തെ ട്യൂൺ ചെയ്യേണ്ടത് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. 40 ദിവസം ഉപവസിച്ച ക്രിസ്തുവിനെ 40 വിരുന്നുമേശകളിലായി പുതിയ നിയമത്തിൻ്റെ പലയിടങ്ങളിലായി ആദരിച്ച് ഇരുത്തുക വഴി സുവിശേഷകന്മാർ ചെയ്യാൻ ശ്രമിക്കുന്നതും അതുതന്നെയാണ്. കർത്താവിനെക്കുറിച്ച് ഒരു ആരോപണം ഇതിനു മുൻപ് ഉയരുന്നത് തൻ്റെ ശിഷ്യന്മാരെ ഉപവസിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല എന്നതാണ്. അതിന് ക്രിസ്തു പറഞ്ഞ മറുപടി ഉപവാസത്തിൻ്റെ താക്കോലായിട്ട് നമുക്കെടുക്കാം. മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർ അല്ലെങ്കിൽ വിരുന്നുകാർ ഉപവസിക്കേണ്ട കാര്യമില്ല. മണവാളൻ എന്ന് നിങ്ങൾ ജീവിതത്തിൽ വിലമതിക്കുന്നത് എന്ത്? ഈശ്വരാനുഭവം തൊട്ട് അഗാധമായ ഒരു സൗഹൃദം വരെ എന്തും നമ്മുടെ മണവാളനാണ്. വിലപിടിപ്പുള്ള അനുഭവങ്ങൾ കളഞ്ഞുപോയെന്ന് ദുഃഖിക്കുന്നവർക്ക് അവയെ തിരികെ പിടിക്കാനുള്ള വഴിയാണ് ഉപവാസം. അങ്ങനെയാണെങ്കിൽ ഇനിയും ഭൂമിക്ക് ഉപവാസങ്ങൾ ആവശ്യമാണ്. നെഞ്ചിൽ കൈവച്ച് തങ്ങൾ മണവാളനോടൊപ്പമാണെന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ലാത്തിടത്തോളം കാലം ഉപവാസം തുടർന്നുകൊണ്ടേയിരിക്കണം. അഗാധമായ അനുഭവങ്ങളിലേക്കുള്ള ഇടനാഴിയായി ഉപവാസങ്ങളെ കണ്ടു തുടങ്ങുമ്പോൾ അത് കയ്പ് നിറഞ്ഞതായിട്ടോ വിരസമായിട്ടോ ഒന്നും നമുക്ക് അനുഭവവേദ്യമാകില്ല. കർത്താവ് മരുഭൂമിയിൽ ഉപവസിക്കാൻ പ്രവേശിക്കുന്നു. സ്വയം മരുഭൂമി സൃഷ്ടിക്കുകയാണ് ഉപവാസത്തിൻ്റെ ധർമ്മം. ആ മരുഭൂമിയിൽ 40 ദിവസം ചെലവഴിച്ചാണ് ക്രിസ്തു തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ മുന്നൊരുക്കമൊക്കെ നടത്തിയത്. ഈ ഭക്ഷണം ഉപേക്ഷിക്കുക മാത്രമാണ് ഉപവാസമെന്ന പരമ്പരാഗതമായ സങ്കല്പത്തിൻ്റെ ഒരു പൊളിച്ചെഴുത്തു കൂടിയാണത്.
അതുമാത്രമായിരുന്നെങ്കിൽ അവന് ദേശം വിട്ട് മണൽക്കാട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. മരുഭൂമിയിലെ മൗനം, സ്വയം സൃഷ്ടിച്ച ഏകാന്തത, ദൈവസ്വരം കേൾക്കാനുള്ള ശ്രമം, പരുക്കൻ അനുഭവങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു വിശാലത, വാക്കുകൊണ്ട് ജീവിക്കാനുള്ള ക്ഷണം, പലതിനോടും അരുതെന്ന് പറയാനുള്ള ആത്മവിശ്വാസം, ഇതെല്ലാം കൂടിച്ചേർന്നതാണ് ഉപവാസത്തെ മരുഭൂമിയായി നമ്മോട് ചേർത്ത് നിർത്താൻ സാധിക്കുന്നത്. 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച ഭാഗത്ത് അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. പെയ്റാസെയിൻ എന്ന ഒരു ഗ്രീക്ക് പദം അതിന് മൂലഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിനെയും കഴിവിനെയും ഓർമ്മയെയും ഒന്നും പരിശോധിക്കുന്ന പരീക്ഷയല്ല. സാധാരണഗതിയിൽ പരീക്ഷകളെല്ലാം നമ്മുടെ കഴിവിനെ ആശ്രയിച്ചാണ് വിജയവും പരാജയവും. എന്നാൽ കഴിവിൻ്റെ പരിശോധനയല്ല ഇവിടെ ഈ പെയ്റാസെയിൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പരിശോധനയാണ്, പേഴ്സണാലിറ്റിയുടെ പരിശോധന. ആ പരിശോധനയിലേക്ക് കർത്താവ് പ്രവേശിക്കുന്ന ആമുഖം മത്തായി ഈ വാക്കുകളിലൂടെ നമുക്ക് നൽകുന്നു. അതുകൊണ്ട് ഉപവാസത്തിലേക്ക് അല്ലെങ്കിൽ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെയെല്ലാം അഭിമുഖീകരിക്കണം എന്ന് തുടർന്നുള്ള കർത്താവിൻ്റെ അനുഭവങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു പ്രവേശന കവാടത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു ചിന്ത ഇതിനുവേണ്ടി നമ്മളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വയം പരിത്യജിക്കാനും മതി എന്നൊക്കെ പറയാനും വേണ്ട എന്ന് പറയാനും മിതത്വം പാലിക്കാനും ഒക്കെ ഈ ദിവസങ്ങളിൽ നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. നോമ്പിൻ്റെ ദിവസങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ മിതത്വം പാലിക്കാനുള്ള കൃപ നൽകണമേ. മതി എന്ന് പറയാനുള്ള ആർജവം നൽകണമേ. വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്ക് പകരണമേ. കർത്താവ് കാണിച്ചു തന്ന മാതൃക പിന്തുടരാൻ ആവോളം പരിശ്രമിക്കാനുള്ള ഊർജം പകരണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണ കൂടെ ഇരുന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളെ വഴി നടത്തണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നിട്ട ജീവിത വഴിത്താരകളിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് പ്രതീക്ഷയോടെ പുതിയ നാളുകളിലേക്ക് പ്രവേശിപ്പാൻ സഹായിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും കൃപയും കാവലും നാം ഏവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.